ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസ്ലിഹായിലൂടെ നമുക്ക് തരുന്ന അതിമനോഹരമായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വചനഭാഗമുണ്ട്. ഈ വചനം കേട്ട് നമ്മൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊത്തിരി മനസമാധാനം കിട്ടും. മാത്രമല്ല, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ബന്ധങ്ങളായിരിക്കാം, എന്തുമായിക്കോട്ടെ, ആ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 15-ാം അധ്യായം അതിന്റെ 1-ാം തിരുലിഖിതത്തിലാണ് ഈ വചനം കാണാനായിട്ട് സാധിക്കുക. ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല. ഇവിടെ പൗലോസ്ലീഹ പറയാണ്, ബലമുള്ളവരായ നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മശക്തി ഉള്ള ആൾക്കാർ. നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണോ, പള്ളി പോകുന്ന ആൾക്കാരാണോ, ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണോ? ഇങ്ങനെയുള്ളവരാണെങ്കിൽ ആത്മാവിൻ്റെ ഒരു ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ടാവും, ആത്മീയ ഒരു ബലം നമുക്കുണ്ടാവും. ഈ ബലം എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ബലഹീനരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ, അവരുടെ സ്വഭാവം കൊണ്ടോ അവരുടെ വർത്തമാനം കൊണ്ടോ അവരുടെ പ്രവൃത്തികൾ കൊണ്ടോ എന്തോ നമുക്ക് അവരെ ഇഷ്ടമില്ല. നമുക്കിങ്ങനെ ഇഷ്ടമില്ലാതെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? വിമർശിക്കാൻ തുടങ്ങും, അവരോട് ക്ഷമിക്കില്ല, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കും, അല്ലെങ്കിൽ അവരുടെ പേരിന് കളങ്കം വരുന്ന വിധത്തിൽ ഒരു 4 പേരോട് പോയി സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ആത്മീയതയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ ശക്തിയില്ലേ, ആ ആത്മീയ ശക്തി കുറ്റപ്പെടുത്താനോ വിധിക്കാനോ അല്ലെങ്കിൽ ശിക്ഷിക്കാനോ വിമർശിക്കാനോ ഉള്ളതല്ല. ആത്മീയ ശക്തിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സഹിക്കുക എന്നുള്ളതാണ്, ക്ഷമിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താ അറിയാമോ? മറ്റുള്ളവരിൽ കുറവുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ പ്രീതിപ്പെടുത്തുകയാണ്. കുറ്റം പറഞ്ഞു, വിധിച്ചു, ക്ഷമിക്കാതിരുന്നു, മോശമായിട്ട് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു സുഖം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുകയാണ്. അങ്ങനെ നമ്മൾ കുറെ നെഗറ്റീവുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ നമ്മുടെ വാശിയെ, നമ്മുടെ ദേഷ്യത്തെ നമ്മൾ പ്രീതിപ്പെടുത്തുകയാണ്. കുറവുകളുള്ളവരുടെ പോരായ്മകൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക, ഇതാണ് ആത്മീയത. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പടവെട്ടി ജീവിക്കേണ്ടി വരും, എപ്പോഴും വഴക്കടി ജീവിക്കേണ്ടി വരും, എപ്പോഴും ഇഷ്ടമില്ലായ്മയിൽ ജീവിക്കേണ്ടി വരും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഭൂമിയിൽ നല്ലവരായിട്ട് ആരും, എല്ലാവരും അപൂർണരാണ്, എല്ലാവർക്കും ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 18-ാം തിരുലിഖിതത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം ഒരുവനല്ലാതെ നല്ലവനായിട്ട് ആരുമില്ല. ഈശോ പറയുന്നതും പൗലോസ് പറയുന്നതൊക്കെ ഒരേ ആശയങ്ങളാണ്. ബലഹീനരായിട്ടുള്ള ഒത്തിരി മനുഷ്യർ നമ്മുടെ ജീവിതത്തിലുണ്ട്, ചുറ്റുപാടുകളുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ഒന്നാമതായിട്ട് ബലമുള്ളവരായിട്ടുള്ള നാം അവരെ സഹിക്കുക. 2, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നീ അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അധികം കാലം അവരുടെ ബലഹീനതകൾ സഹിക്കേണ്ടി വരില്ല. കാരണം എന്താ? നിന്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് മാനസാന്തരങ്ങളും മാറ്റങ്ങളും വന്നേക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ബലഹീനരായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവരെയും അവരുടെ ബലഹീനതകളെയും നമ്മളെയെല്ലാം ഒരുപോലെ കർത്താവിൻ്റെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുക.